അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചറബ്ബ് ചില ദിവസങ്ങൾക്ക് അതേപോലെ ചില സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കുമെല്ലാം പ്രത്യേകതകൾ നൽകുകയും കൂടുതൽ ശ്രേഷ്ഠതകൾ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തന്നെ പറഞ്ഞതാണ്, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ് സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനാണ് അതിൻ്റെ അധികാരം. അങ്ങനെ അള്ളാഹു ശ്രേഷ്ഠതകൾ നൽകി ആദരിച്ച, തിരഞ്ഞെടുത്ത, പ്രത്യേകതകൾ നൽകിയ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് യൗമു അറഫ, അഥവാ അറഫ ദിവസം, ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം. ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം എന്നത്. അൽ ഹജ്ജു അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് എന്നാൽ അറഫയാണ് എന്നർത്ഥം. എന്നാൽ ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകൾക്കും നിരവധി പുണ്യത്തിന് അവസരമുള്ള ദിവസമാണ് ദുൽഹിജ്ജ 9 എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിൻ്റെ മഹത്വമായി പറഞ്ഞ പല ഹദീസുകളും കാണാം. മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ കൂടുതലായി അള്ളാഹു നരകത്തിൽ നിന്ന് അവൻ്റെ ദാസന്മാർക്ക് മോചനം നൽകുന്ന വേറൊരു ദിവസവുമില്ല എന്നാണ്. അഥവാ കൂടുതലായും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസം പുണ്യമായ അറഫ ദിവസമാണ്. ആ ദിവസത്തിൽ ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രത്യേകമായ ഒരു സുന്നത്ത് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നോമ്പിൻ്റെ പ്രത്യേകതയായി പറഞ്ഞത് യുകഫിറു സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുദോഷങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ആ നോമ്പ് നിമിത്തം അള്ളാഹു പുറത്തു തരുമെന്നാണ്. അപ്പോൾ ആ നോമ്പ് അത്രമേൽ പ്രാധാന്യത്തോടുകൂടി, ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതുണ്ട്. അത് ഏത് ദിവസമാണ് നോമ്പെടുക്കേണ്ടത് എന്ന് പലപ്പോഴും ഒരു അനാവശ്യ ചർച്ച പോലെ ആളുകൾ കൊണ്ട് നടക്കാറുണ്ട്. വാസ്തവത്തിൽ ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് ആ നോമ്പെടുക്കേണ്ടത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതാണ് മുൻഗാമികളായ ആളുകളുടെ രീതിയും പരിചയവുമുള്ളത്. കാലം പുരോഗമിച്ച് എപ്പോഴാണ് അവിടുത്തെ അറഫ എന്ന് നമുക്കറിയാൻ പറ്റുന്നത് ഈ അടുത്ത കാലങ്ങളിലാണ്. അതിനും എത്രയോ മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം ഈ പുണ്യം പഠിപ്പിക്കുമ്പോൾ അന്ന് മുതൽ അത് ആചരിച്ചു വന്നത് ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണോ അന്നായിരുന്നല്ലോ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ, ആ വിഷയത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റിയ മാർഗമെന്നത് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ ഓരോ ദിവസത്തെയും നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ സമയവും അതേപോലെ തന്നെ കണക്കുമൊക്കെ അനുസരിച്ചിട്ടാണ്. എന്ന് മാത്രമല്ല, നോമ്പിൻ്റെ തുടക്കവും ഒടുക്കവും ഓരോ നാട്ടിലും അവരവരുടെ പ്രാദേശികമായ സമയവും കണക്കുമനുസരിച്ചാണ് എന്ന് വരുമ്പോൾ അറഫയിൽ നിൽക്കുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്ന പേരിൽ അങ്ങനൊരു വ്യാഖ്യാനം കണ്ടെത്തുമ്പോൾ ചില ആളുകൾ അറഫ സംഗമത്തിൽ ഹാജിമാർ നിൽക്കുന്നതിന് മുമ്പേ നോമ്പ് തുടങ്ങേണ്ടി വരും. ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന, അറഫയുടെ മൂർധന്യമായ ഏറ്റവും നല്ല സമയത്ത് അവർ ഐക്യദാർഢ്യം ഒഴിവാക്കുകയും ചെയ്യുന്ന വിരോധാഭാസവും അതിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കി ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിൽ അത് ബുധനാഴ്ചയാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ ദിവസത്തെ ദുആക്ക് പ്രത്യേകം മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിവസത്തിലെ ദുആയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ. വ ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഈ പറയുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ അഭയമായി, ആശ്രയമായി, ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു ലാ ശരീക ലഹ്. അവൻ മാത്രമാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്.
അവനാകുന്നു സർവ്വ അധികാരവും ആധിപത്യവും സർവ്വസ്തുതികളും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന പ്രത്യേകം നമ്മൾ ഉരുവിടുക, ആ ദിക്ർ നമ്മൾ മറക്കാതിരിക്കുക, അതിൻ്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളുക. അപ്രകാരം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തക്ബീറുൽ മുഖയ്യദ്. ഓരോ നമസ്കാരത്തിനോടും അനുബന്ധിച്ച് നാം നടത്തുന്ന തക്ബീർ അത് തുടങ്ങുന്നത് ദുൽഹിജ്ജ മാസം 9-ാം തീയതിയിലെ ഫജ്ർ നമസ്കാരം മുതലാണ്. അയ്യാമു തശ്രീഖിൻ്റെ അഥവാ ദുൽഹിജ്ജ മാസം 13-ാം തീയതി അസർ നമസ്കാരം വരെ ആ തക്ബീറുമുണ്ട്. അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.